ടൊവിനോ തോമസുമായുള്ള സൗഹൃദത്തിന് ഒരു ബീട്രൂട്ട് കട്ട്ലറ്റിൻ്റെ രുചിയുണ്ട്. ABCD എന്ന മാർട്ടിൻ പ്രക്കാട് ചിത്രത്തിലാണ് ടൊവിനോ തോമസ് എന്ന നടൻ ശ്രദ്ധയിൽപ്പെട്ടത്. നായക കഥാപാത്രത്തെ ബാലൻസ് ചെയ്യുന്ന വില്ലൻ കഥാപാത്രമാണ് പലപ്പോഴും സിനിമകളുടെ ശക്തി. ഷോ ഗുരു എന്ന പ്രതിവാര സിനിമാ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ടൊവിയെ കൂടുതൽ അടുത്തറിഞ്ഞാൽ കൊള്ളാമെന്നായി. നടനും സംവിധായകനുമായ രൂപേഷ് പീതാംബരൻ, മാത്തുക്കുട്ടി എന്നിവരുടെ മടയിൽ നിന്നാണ് ടൊവിയെ പൊക്കിയത്. നേരെ പോയത് അരൂരിനടുത്തുള്ള അന്ധകാരനാഴി ബീച്ചിലേക്ക്. അവിടെ നമുക്ക് കുറേ നേരം കടലിൻ്റെ അകത്തേക്ക് നടന്നുകയല്ല, ഈ മുട്ടോളമേ വെള്ളം കാണുള്ളൂ. അപ്പോൾ കടലിൽ ഇറങ്ങി നിന്നാണ് അഭിമുഖമെടുത്തത്. അന്ന് ടൊവിനോ താരതമ്യേന പുതിയ നടനായതുകൊണ്ട് ജനങ്ങളുടെ തിക്കും തിരക്കുമില്ലാതെ കായലിലേക്ക് ഇറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. സിനിമയിൽ നിന്ന് തനിക്ക് എന്താണ് വേണ്ടതെന്ന് ടൊവിനോയ്ക്ക് അന്നേ നല്ല ഉറപ്പായിരുന്നു. വില്ലൻ വേഷങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ടൊവിനോ 2 വർഷങ്ങൾക്ക് ശേഷം 2016 വീണ്ടും വില്ലൻ വേഷമിട്ടു. കായൽ ഷൂട്ടിന് ശേഷം 2 പേരുടെയും ജീൻസ് നിറയെ മണ്ണുമായി കയറിൽ കയറിയ ടൊവിനോയോട് എന്താണ് കഴിക്കേണ്ടതെന്ന ചോദ്യത്തിന് എന്തു വേണേലും കഴിക്കാം എന്നായിരുന്നു മറുപടി. അരൂർ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ബീട്രൂട്ട് കട്ട്ലറ്റിൻ്റെ രുചിയിൽ 2 വ്യക്തികൾ സൗഹൃദത്തിലായി. പിന്നീട് ഗപ്പി, ഗോദ, മായാനദി എന്നീ സിനിമകൾ കഴിഞ്ഞപ്പോൾ ടൊവിനോയെ പിടിച്ചാൽ കിട്ടാതായി. ഫോളോ അപ്പ്, അപ്ഡേഷൻ എന്നീ പരിപാടികളിൽ ഞാൻ അല്പം പുറകിലായതുകൊണ്ട് കാണലും വിളിയും ഒക്കെ കുറവാണ്. എന്നാൽ വിളിക്കുമ്പോൾ, കാണുമ്പോൾ 2014 കണ്ട അതേ ടൊവിനോ തോമസിനെയാണ് ഞാൻ കാണാറുള്ളത്. ഒരു മാറ്റവുമില്ല. പണ്ട് എറണാകുളത്ത് ഫാഷൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ നേപ്പാൾ സ്ട്രീറ്റ് എന്നീ പേരിലുള്ള വസ്ത്രവ്യാപാര സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ ലെവിയും നൈക്കും ഒന്നും വാങ്ങാൻ കാശില്ലാത്ത ഈ കാലത്തുണ്ടല്ലോ, ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എനിക്കും കൂട്ടുകാർക്കും ആശ്വാസം. അവിടെ സ്ഥിരം കയറി ഇറങ്ങാറുണ്ടെന്ന് ടൊവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അഭിമുഖങ്ങൾ പറയാത്ത പല കാര്യങ്ങളും സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കുവച്ചിരുന്നു. സിനിമയിലെ അനുഭവങ്ങളായിരുന്നു പലതും, ദുരനുഭവങ്ങളും. സിനിമയുടെ രാഷ്ട്രീയവും ഇതിൽപ്പെടും. തനിക്ക് നേരെയുള്ള വിദ്വേഷ പ്രചരണത്തെയും ട്രോളുകളെയും കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമ അഭിനയം നിർത്തിയാലോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ടെന്ന് ടൊവിനോ ഒരിക്കൽ പറഞ്ഞു. ഒരു കാലത്ത് എന്തിനും ഏതിനും പ്രതികരിക്കാൻ വെമ്പുന്ന ടൊവി പിന്നെ വളരെ സമചിത്തതയോടെയാണ് പല ഗോസിപ്പുകളും കൈകാര്യം ചെയ്തത്. നമുക്ക് മാറ്റിപ്പിടിക്കാം. ടൊവിനോയിൽ നിന്നും ഓരോ അഭിമുഖത്തിന് മുന്നേ കേൾക്കുന്ന വാക്കാണിത്. അത് ശരിക്ക് നമുക്കും ഒരു പുതിയ സാധനം ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ്. അതിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഒരുപക്ഷെ 2021 ഓണത്തിന് എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ഇംതിയാസ് ഖദീറിൻ്റെ പച്ചപ്പ് നിറഞ്ഞ മാളത്തിൽ വെച്ച് ടൊവിനോമൊത്ത് ഒരു വ്യത്യസ്ത പരിപാടി ചെയ്യാൻ കഴിഞ്ഞത് ഈ വാക്കിൻ്റെ കൂടി ബലത്തിലാണ്. ടൊവിനോയ്ക്ക് കുട്ടികളുടെ മനസ്സാണെന്ന് സംവിധായകൻ ആഷിഖ് അബു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അത് ന്യായീകരിക്കുന്നത് തന്നെയാണ് ഈ യുവതാരത്തിൻ്റെ തൊപ്പികളുടെയും ഷൂകളുടെയും കളക്ഷൻ. ടൊവിനോ എന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റൊന്നും ഞാൻ പെടില്ല. എന്നാൽ ചന്തമുള്ള ഒരു സൗഹൃദമുണ്ട്. ചെയ്യുന്ന ജോലിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കണമെന്ന് എന്നെ പഠിപ്പിച്ച വ്യക്തിയാണ് ഈ നടൻ. ചെയ്ത പ്രോഗ്രാം നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അഴകുഴമ്പം വിനയം കാണിക്കാതെ താങ്ക് യു പറയണം. ഈ കാര്യത്തിൽ പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു. താങ്ക് യു ടൊവിനോ.